മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി ആധുനിക രീതിയിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. നിയുക്ത പീരുമേട് MLA സിരേക് തോമസ് വെയിറ്റിംഗ് ഷെഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ നിയുക്ത MLA സിരേക് തോമസിന് അത് കേവലം ഒരു ചടങ്ങ് മാത്രമായിരുന്നില്ല. പിതാവിന്റെ സ്മരണകൾ ഇരമ്പുന്ന വേദിയിൽ വികാരാധീനനായാണ് അദ്ദേഹം സംസാരിച്ചത്. തന്റെ പിതാവും മുൻ MLAയുമായിരുന്ന KK തോമസ് ആയിരുന്നു TR&D എസ്റ്റേറ്റിന്റെ കൈവശമുണ്ടായിരുന്ന പാലൂർക്കാവ് റോഡ് തുറന്നു കൊടുക്കുവാനായി പന്തൽ കെട്ടി മാസങ്ങളോളം നിരാഹാര സമരം നയിച്ചത്. തന്റെ ആദ്യ പൊതുപരിപാടിയായി ഈ റോഡിന്റെ വശത്ത് നിർമ്മിച്ച വെയിറ്റിംഗ് ഷെഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനായതിന്റെ ചാരിതാർത്ഥ്യവും നിയുക്ത MLA സിരേക് തോമസ് പങ്കുവച്ചു. കഴിയാത്ത രീതിയിൽ ഒരു വിജയം ലഭിച്ചു. അതിന്റെ ആദ്യത്തെ അതിന്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു പരിപാടി അത് ഈ MND ഹോസ്പിറ്റലിന്റെ മുറ്റത്തിൽ തന്നെ നടത്തുന്നതിൽ ഞാൻ അഭിമാനം കൊണ്ടുപോകാൻ അതിൻ്റെ ഒരു പ്രിവിലേജായിട്ട് ഞാൻ കരുതുന്നു. ഞാൻ ഓർമ്മിക്കുകയായിരുന്നു, ഇവിടെ മനോഹരമായ റോഡിന്റെ സൈഡിലാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത്. മനോഹരമായ ഒരു വെയിറ്റിംഗ് ഷെഡ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഞാൻ ഓർത്തത് മറ്റൊന്നുമല്ല, എൻ്റെ പിതാവ് KK തോമസ് MLA ആയിരുന്നപ്പോൾ ഇവിടെ ഈ റോഡിന് വേണ്ടി നടന്ന സമര പരിപാടിയാണ്. ഇത് TR&D എസ്റ്റേറ്റ് മാനേജ്മെന്റിൽ നിന്ന് റോഡ് കിട്ടുന്നതിന് വേണ്ടി ഇവിടുത്തെ തെക്കേമലയും പാലൂർക്കാവിലും അതുപോലെ തന്നെ മണിക്കലിലും ഒക്കെ തൊഴിലാളികളടക്കം അതുപോലെ തന്നെ കർഷകരടക്കമുള്ള ആളുകൾ വളരെ നാളുകൾ നീണ്ട കാലത്തെ സമരത്തിനൊടുവിലാണ് ഇതിപ്പോൾ ഇത്രയും സുന്ദരമായ റോഡ് ഇവിടെ ഉണ്ടായെന്നുള്ളത് എൻ്റെ മനസ്സിലൊരു ഓർമ്മ വന്നാണ്. ഞാനിന്ന് പഠിക്കുന്ന സമയത്താണ്. പക്ഷേ ഇവിടുത്തെ ഒക്കെ കുറേയധികം ജനനേതാക്കൾ എൻ്റെ പിതാവ് MLA ആയതുകൊണ്ട് അദ്ദേഹത്തെ കാണാനും ഈ സമരത്തെക്കുറിച്ചൊക്കെ ബന്ധപ്പെട്ട് ആദ്യം സമരം തുടങ്ങി കേസുകളായി വളരെയധികം കേസുകളുണ്ടായി. അപ്പം അതിലൊക്കെ ഒരു ചെറുപ്പകാലത്ത് ഒരു ദൃക്സാക്ഷിയാകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഞാൻ എൻ്റെ ഓർമ്മയിൽ തുടങ്ങി ഒന്നാണ്. ഏതായാലും തീർച്ചയായും ഇവിടെ മനോഹരമായിട്ട് നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഈ പ്രദേശത്ത് ഇവിടെ ആശുപത്രിയുമായി കടന്നു വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഒരു സംരക്ഷണവും അതുപോലെ തന്നെ. ചടങ്ങിൽ പെരുവന്താനം പഞ്ചായത്ത് പ്രസിഡന്റ് KR വിജയൻ അധ്യക്ഷത വഹിച്ചു. MMD ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ആന്റോ പേഴുങ്കാട്ടിൽ സ്വാഗതം ആശംസിച്ചു. ആശുപത്രി ഡയറക്ടർ ഫാദർ സോജി കനാലിൽ, അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോൺ B തോമസ്, പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരിക്കുട്ടി ബിനോയ്, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KT ബിനു, ജനപ്രതിനിധികളായ ജീവ മോൾ, സിജോ ഉള്ളാട്ട്, അയൂബ് ഖാൻ കട്ടപ്ലാക്കൽ, പൊതുപ്രവർത്തകരായ സണ്ണി തുഴുത്തുപള്ളി, നിജിനി ഷംസുദ്ദീൻ, രാമദാസ് എബിൻ കുഴുവേലി തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ ജിബിൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി. MMD ഹോസ്പിറ്റൽ PRO ബിബിൻ സെബാസ്റ്റ്യൻ കൈതക്കൽ പ്രോഗ്രാമിന് നേതൃത്വം നൽകി. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.